നടപടി എടുക്കാൻ അവർ പാർട്ടി തീരുമാനിച്ചാൽ നടപടിക്ക് വിധേയമാകും. അപ്പം പിന്നെ വേറെ വിഷയമില്ല, അപ്പം പിന്നെ പ്രശ്നമേ ഇല്ല. പാർട്ടി നടപടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് നടപടിയാണ്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ നിലപാടുമായിട്ട് മുമ്പോട്ട് പോകും. അതിനെന്താ നിങ്ങൾക്ക് സംശയം? ആര്? ഞാൻ മറുപടി പറഞ്ഞുതരാം. ഞാൻ പറയാം. അവിഭക്ത ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വം തെറ്റായ വഴിക്ക് ചിന്തിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെതിരായി പരസ്യ നിലപാട് സ്വീകരിച്ച നേതാവാണ് മഹാനായ സഖാവ് AK-G. അതിനെതിരായ നിലപാട് സ്വീകരിച്ചയാളാണ് സഖാവ് ജ്യോതി ബസു. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ അവിടെ പാർട്ടിയുടെ തീരുമാനം, പാർട്ടി തെറ്റായ വഴിയിലൂടെ, പാർട്ടി നേതൃത്വം തെറ്റായ വഴിയിലൂടെ പോയാൽ അതിനെതിരായിട്ടുള്ള പ്രതികരണം ഇടയ്ക്കുണ്ടാവും. തിരുത്താൻ ബാധ്യതപ്പെട്ടവർ തിരുത്തണമല്ലോ. ഞങ്ങൾ തിരുത്താനുണ്ടോ? ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊന്നും വായിക്കരുത് ദയവ് ചെയ്ത്. പിന്നെന്താ സംശയം? നിരന്തരമായി പാർട്ടി കമ്മിറ്റികളിൽ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സതീശൻ 1 കൊല്ലം കാത്തിരുന്നു. ഒരു പ്രദേശത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡറാണ് ഇയാൾ. മറ്റൊരു പ്രദേശത്തെ ആളാണ് സഖാവ് ഹരിദാസ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇയാൾ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ബാലനെ എന്താ ചെയ്ത്? ബാലിനെ പുറത്താക്കിയോ? ബാലിനെ പുറത്താക്കി. പാർട്ടി വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഒരു പാവപ്പെട്ട തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നയാളാ. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നയാളാ ബാലനെ പുറത്താക്കി. ഇവിടെ ഇരിക്കുന്നപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്നൊന്നുമല്ല. ഇപ്പം ഞാനങ്ങനെ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന ആളാന്ന് പറഞ്ഞ് മേനി അടിച്ചിട്ടൊരു കാര്യമില്ല. പക്ഷെ തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന് ശത്രുക്കളുമായി ഏറ്റുമുട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ് സഖാവ് ബാലൻ. ആ ബാലനെ പുറത്താക്കിയില്ലേ? മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് ഒരു ജില്ലാ സെക്രട്ടറിയെ മാറ്റണം എന്നുള്ളത് മാത്രമൊന്നുമല്ല. ഈ സാമൂഹികമായിട്ടുള്ള ഈ കാര്യങ്ങളെ പറ്റിയുള്ള മുഴുവൻ പരിശോധനയും തിരുത്തലും നടത്താൻ പാർട്ടി തയ്യാറാവണം. എങ്ങനെ ഇപ്പോൾ അത് ഞാൻ പറയാം? അതുകൊണ്ട് അതൊന്നും പണ്ട് പ്രവർത്തിച്ചതുപോലെ അല്ലല്ലോ സുഹൃത്തെ. കാരണം പണ്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ഈ പാർട്ടിക്കകത്തൊരു ജീവിതമുണ്ട്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ആളുകൾക്കറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തൊരു ലൈഫുണ്ട് ഇല്ലേ? ആ ലൈഫ് നഷ്ടപ്പെട്ടു പോയാൽ ഇതിന് ചേതന പോയി എന്നല്ലേ അർത്ഥം. ആ ലൈഫ് നഷ്ടപ്പെട്ടു. അതാണ്. കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യും, അഭിപ്രായ പ്രകടനം നടത്തും, വിമർശിക്കും. ആ വിമർശനം കഴിഞ്ഞാൽ ഒരാത്മബന്ധമുണ്ട് സഖാക്കൾ തമ്മിൽ. അതാ ഞാൻ പറഞ്ഞു, ഹൃദയവുമായി സംവദിക്കുന്നൊരു ബന്ധമുണ്ട്. അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടായിരുന്ന ജീവൻ. ആ ജീവൻ ആ ചേതന നഷ്ടപ്പെട്ടാൽ പാർട്ടി അല്ലാതായി മാറും. പരാതികൾ പരിപൂർണമായോ അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തണം. എന്നെപ്പറ്റി ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരായി ഒരു പ്രധാനപ്പെട്ട ഒരു തെഹൽക്കയുടെ ഞാൻ ഇയാളെ അറിയുന്നില്ല. ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവിടെ മനോജ് എന്ന് പറഞ്ഞ ഒരുത്തൻ യൂണിവേഴ്സൽ കോളേജിൻ്റെ അല്ല, എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സെക്രട്ടറി. അയാൾ ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ നാളെ എവിടെയാണ് പോകുന്നത്? ഞാൻ എറണാകുളത്ത് എനിക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. എറണാകുളത്ത് പോകുമ്പോൾ എന്നാൽ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞു, എൻ്റെ ഒരു പെങ്ങളുടെ മകനുണ്ട്, അവനെ കാണാനാണ് പോകുന്നതെങ്കിൽ ഞാനില്ല, അത്ര മോശമാണ് അവൻ്റെ. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാചകം. ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആര് പറഞ്ഞു, ഇവർ തമ്മിൽ വിരോധം തീർക്കണം, അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ വന്നോന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ഒരാളുടെ മുമ്പിലേക്ക് എന്നെ കൊണ്ടുപോവാണ്. അയാൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാനവിടെ ഇരുന്ന് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളിങ്ങനെ പറയാണ് ഇയാൾ പണ്ടൊരു മറ്റേ കേസിലെ പ്രതിയായിട്ട് എവിടെ ആനമല പോലീസ് സ്റ്റേഷൻ്റെ ഇയാൾ കേസിലെ പ്രതിയാണ്. അത് ഗൗരവമായ കേസാണ്, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല. പിന്നെ ആ കേസിലെ പ്രതിയായി 2 പകലും 2 രാത്രിയും ഇയാൾ അവിടെ ലോക്കപ്പ് കിടന്നിട്ടുണ്ട്.
പിന്നെ സ്പിരിറ്റിൻ്റെ ആൾ ഇയാളാണെന്നൊക്കെ അയാളിങ്ങനെ പറയാം. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ നാട്ടുകാർക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇതിന് വല്ല ഒരു തെളിവില്ലല്ലോ, അതൊക്കെ ഉണ്ടാക്കാം എന്ന് ഇയാൾ തന്നെ പറയുകയാണ്. ആ വിഷയം ഇയാളുടെ മുമ്പിലേക്ക് പോയി എന്നതിൻ്റെ വിഷയം ആണ് ഏറ്റവും ഗൗരവമായി എടുത്ത് നമുക്കെതിരായിട്ടുള്ള നടപടി വരുന്നത്. പിന്നെ സാമ്പത്തിക ആരോപണം ഇതിന് ചിരിച്ചത് ഞാൻ ചോദിക്കട്ടെ, ശശിയെ പറ്റിയിട്ട് സാമ്പത്തിക ആരോപണം ഈ ദുനിയാവിൽ ആരെങ്കിലും പറഞ്ഞാൽ എന്നെ അറിയുന്ന ആരെങ്കിലും അംഗീകരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എന്നെയും എൻ്റെ കുടുംബത്തെയും അറിയുന്ന ഏതെങ്കിലും ഒരാൾ ഈ ദുനിയാവിൽ അംഗീകരിക്കും, വിശ്വസിക്കും? അത് ഏതെങ്കിലും തെളിവുണ്ടോ ഇവരുടെ കയ്യിൽ? വെറുതെ ഇങ്ങനെ പറയുകയെന്ന്, ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. സഖാക്കളോട് പച്ച നുണ. പാർട്ടി അതാണ് ഞാനൊരു എൻ്റെ പ്രസംഗത്തിലൊരു വാചകം പറഞ്ഞു, അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ, പ്രിയ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കമ്മിറ്റിയിൽ പോകുന്നു, കമ്മിറ്റിയിൽ കുറേ ആളുകളെ പിടിക്കുകയാണ് സ്വകാര്യമായിട്ട്, നിന്നെ അന്നതാക്കാം ഓഫർ കൊടുക്കുകയാണ്, അവരെ കൊണ്ട് പരാതി എഴുതിപ്പിക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ളൊരു കമ്മീഷനെ വെക്കുകയാണ്. കമ്മീഷനെ ആരെങ്കിലും വെക്കില്ല, ഇയാൾക്ക് താല്പര്യമുള്ള ആളുകളെ കമ്മീഷനാക്കും. സംശയം എന്താ? അയാൾ അടങ്ങുന്ന ഒരു റാക്കറ്റ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഒരു ജില്ലാ സെക്രട്ടറിയുടെ മാത്രം ഒരു ജില്ലാ സെക്രട്ടറി, അയാൾ പ്രധാന പ്രതി, അയാളെ മാത്രം മാറ്റിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല. എന്തെല്ലാം തരത്തിലുള്ള ഭീഷണിയാണ് വരുന്നത്? ഭീഷണി വരുന്നു, ഭീഷണിക്കുന്ന ഒരു പുല്ലിൻ്റെ പുൽക്കൊടിൻ്റെ വില പോലും നമ്മളാരും കൽപ്പിക്കില്ല. ഇതൊക്കെ എത്ര കണ്ടതാ? കാരണം എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ CPIM-ൻ്റെ നേതൃത്വം ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് കഴിവുള്ള ഒരാളെ അംഗീകരിക്കില്ല, മന്ദന്മാരെയാണ് ഈ പാർട്ടിക്ക് വേണ്ടത്. കേക്ക് പച്ചക്ക് ഞാൻ പറഞ്ഞുതരാം, മന്ദന്മാരെ വേണം, ഒന്നിനും കൊള്ളാത്തവരാണ്, ചപ്പുകളെയാണ് വേണ്ടത്. ഉശിരുള്ളയാളെ പറ്റൂല. ആരടാന്ന് ചോദിച്ചാൽ നിവർന്ന് വന്ന് നെഞ്ഞ് വിരിച്ച് ഞാനടാ എന്ന് പറയുന്ന ഒരാളെയും ഈ പാർട്ടിക്ക് ഇപ്പോൾ വേണ്ട. മന്ദന്മാരെ പറഞ്ഞത് അപ്പടി പെട്ടിയെടുക്കുന്ന ആളുകളെ വേണം.